കഥയെ ആരംഭിക്കുന്നത് ഒരു വിവാഹ ചടങ്ങിൽ നിന്നുമാണ്. ബിയാൻ എന്ന് വിളിക്കപ്പെടുന്ന പയ്യനും താരി എന്ന പെൺകുട്ടിയും വിവാഹിതരാവുകയായിരുന്നു. ഒരു പള്ളിയിൽ വെച്ച് ലളിതമായ രീതിയിലായിരുന്നു അവരുടെ വിവാഹം നടന്നത്. താരി ഏറെ സന്തോഷവതിയായി കാണപ്പെട്ടു. ബിയാന്റെ ഫാമിലിയും താരിയുടെ കുടുംബവുമൊക്കെ ഏറെ സന്തോഷിച്ചിരുന്നു. പക്ഷേ കൂട്ടത്തിൽ ഒരാൾ മാത്രം അല്പം അസ്വസ്ഥനായിരുന്നു. അത് ബിയാനാണ്. ബിയാൻ ഈ വിവാഹത്തിൽ തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. പക്ഷെ നിർബന്ധിതാവസ്ഥയിൽ വിവാഹത്തിന് അവന് സമ്മതിക്കേണ്ടി വരികയായിരുന്നു. വിവാഹ ചടങ്ങുകൾക്ക് ശേഷം ബിയാനും താരിയും അവരുടെ വീട്ടിലേക്കെത്തി. വീട്ടിലേക്കെത്തിയതിന് പിന്നാലെ ബിയാൻ താരിക്ക് മുമ്പിലേക്ക് ഒരു പേപ്പർ വെച്ച് നീട്ടി. എന്താണത് എന്ന് താരി ചോദിച്ചപ്പോൾ ഇതൊരു വെഡ്ഡിംഗ് എഗ്രിമെന്റ് ആണ് എന്നായിരുന്നു ബിയാന്റെ മറുപടി. താരിക്ക് പെട്ടെന്നൊന്നും മനസ്സിലായില്ല. ബിയാൻ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമാക്കാൻ തുടങ്ങി. നമ്മൾ വിവാഹിതരായിരിക്കുന്ന കാലത്തോളം ഈ മാരേജ് എഗ്രിമെന്റ് ഉണ്ടല്ലോ, ഇത് വാലിഡ് ആയിരിക്കും. നമ്മള് പ്രണയിച്ച് വിവാഹം കഴിച്ചവരൊന്നും അല്ലല്ലോ. എന്റെ പേരൻസിന്റെ നിർബന്ധം കാരണം വിവാഹം കഴിച്ചവരാ. എനിക്ക് ഈ വിവാഹത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കൊരു ഗേൾഫ്രണ്ട് ഉണ്ട്, സാറ എന്നാണ് അവളുടെ പേര്. ഒരു കൊല്ലം നമ്മൾ ഈ വിവാഹത്തിൽ മുമ്പോട്ട് പോകും, അതും ഈ എഗ്രിമെന്റ് പാലിച്ച്. അത് കഴിയുമ്പോ നമ്മൾ ഡിവോഴ്സ്ഡ് ആകും. ബിയാൻ അത് പറഞ്ഞതും താരി വല്ലാതായി പോയി. ഏറെ സന്തോഷത്തോടെ താല്പര്യത്തോടെ നല്ലൊരു ജീവിതം മുമ്പിൽ കണ്ട് താരി ബിയാനെ വിവാഹം ചെയ്തതായിരുന്നു. അതാണിപ്പോൾ ഇങ്ങനായിരിക്കുന്നത്. ബിയാൻ തുടർന്നു പറഞ്ഞു, നിനക്ക് നിന്റേതായിട്ട് ഒരു മുറിയുണ്ടാകും. എന്റെ മുറി മുകൾ നിലയിലാണ്. മുകൾ നിലയിലേക്ക് നിനക്ക് പ്രവേശനമില്ല. നിനക്ക് താഴെ നിന്റെ മുറിയിൽ കഴിയാം. പിന്നെ ഒരു ഭാര്യ എന്ന നിലയിൽ എന്റെ കാര്യങ്ങളൊന്നും നീ നോക്കണ്ട. എന്റെ കാര്യങ്ങളൊക്കെ നോക്കാൻ എനിക്കറിയാം. നിനക്ക് നിന്റെ ഇഷ്ടപ്രകാരം എന്തു വേണമെങ്കിലും ചെയ്യാം. അതിനെന്റെ അനുവാദവും ചോദിക്കേണ്ട കാര്യമില്ല. ഒരു കൂരയുടെ കീഴിൽ കഴിയുന്ന രണ്ടപരിചിതരെ പോലെ മാത്രം നീ നമ്മളെ കണ്ടാ മതി. അതുകൂടി ആയപ്പോ താരിയുടെ നിയന്ത്രണം വിട്ടു. താരി ബിയാനോട് ദേഷ്യപ്പെടാൻ തുടങ്ങി. നീ നിന്റെ കുടുംബത്തെ പറ്റി ചിന്തിച്ചോ? എന്റെ കുടുംബത്തെ പറ്റി ചിന്തിച്ചോ? ഇതിനു വേണ്ടിയൊന്നുമല്ല ഞാൻ വിവാഹം കഴിച്ച്. വിവാഹം എന്താ കുട്ടികളിയായിട്ടാണോ നീ നോക്കിക്കാണുന്നേ? നിനക്കിത് പറ്റില്ലേ? നിനക്ക് റിലീജിയസ് കോർട്ട് എവിടെയാണെന്ന് അറിയാമല്ലോ. നേരെ അങ്ങോട്ടേക്ക് പൊക്കോ, ഡിവോഴ്സിന് അപ്ലൈ ചെയ്തോ, എനിക്കൊരു വിഷയവുമില്ല എന്നായിരുന്നു ബിയാന്റെ മറുപടി. അതും പറഞ്ഞ് ബിയാൻ തന്റെ മുറിയിലേക്ക് മുകൾ നിലയിലേക്ക് കയറിപ്പോയി. ദുഃഖത്തോടെ എഗ്രിമെന്റ് നോക്കി കണ്ണീർ വാർത്തിരിക്കാനേ താരിക്കപ്പോൾ സാധിക്കുമായിരുന്നുള്ളൂ. അവരുടെ എഗ്രിമെന്റിന്റെ പുറത്തുള്ള ജീവിതം അവിടെ നിന്ന് തുടങ്ങുകയായിരുന്നു. അടുത്ത ദിവസം പതിവ് പോലെ ബിയാൻ തന്റെ ജോലിക്ക് പോയി. ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ബിയാൻ ജോലി നോക്കുന്നത്. ഉയർന്ന പൊസിഷനാണ്. താരിക്ക് ചെറിയൊരു ഓൺലൈൻ ബിസിനസ് ഉണ്ട്. വളരെ സക്സസ്ഫുൾ ആയ ബിസിനസ് വുമണായി അവൾ മാറി തുടങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ പല സെമിനാറുകളിലും സംസാരിക്കാൻ താരിക്ക് അവസരം ലഭിക്കാറുണ്ട്. അതിനായി അവൾ പോവുകയും ചെയ്യും. ബിയാൻ അത്ര വലിയ ഒരു മതവിശ്വാസിയൊന്നുമല്ല. പക്ഷെ താരിയാകട്ടെ ദൈവത്തിൽ നല്ല രീതിയിൽ വിശ്വസിക്കുന്ന വ്യക്തിയായിരുന്നു. കൃത്യമായി പ്രാർത്ഥനകളൊക്കെ നിർവഹിക്കും. അതുകൊണ്ട് തന്നെ ഡിവോഴ്സ് ആദ്യഘട്ടത്തിൽ വലിയൊരു തെറ്റായിട്ടായിരുന്നു താരി കരുതിപ്പോന്നതും. മാത്രമല്ല താരി ഒരു അനാഥയാണ്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് വിവാഹം ഡിവോഴ്സ് ചെയ്ത് അവിടെ നിന്ന് ഇറങ്ങേണ്ടി വരുന്നതിൽ താരിക്ക് മറ്റു ചില മനപ്രയാസങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ താരി ബിയാന്റെ വീട്ടിൽ തുടരുകയാണ്. രാത്രി അല്പം വൈകിയായിരുന്നു ബിയാൻ വീട്ടിലേക്ക് വന്നത്. ഒരു ഭാര്യ എന്ന രീതിയിൽ ബിയാൻ അടുത്തെത്തി. അന്നത്തെ ദിവസം എങ്ങനുണ്ടായിരുന്നു, ഭക്ഷണമെടുക്കട്ടെ എന്നൊക്കെ താരി തിരക്കി. പക്ഷേ ബിയാന് അതൊന്നും തീരെ ഇഷ്ടപ്പെട്ടില്ല. താരിയോട് ദേഷ്യപ്പെട്ട ബിയാൻ താരി മുകൾ നിലയിലേക്ക് ബിയാന് പിന്നാലെ കയറാൻ നോക്കിയപ്പോൾ മുകൾ നിലയിലേക്ക് കയറരുത് എന്ന് നിന്നോട് പറഞ്ഞിട്ടില്ലേ എന്ന് പറഞ്ഞ് ക്ഷോഭിക്കുക പോലും ചെയ്തു. അടുത്ത ദിവസം രാവിലെ ബിയാൻ കുളിക്കാനിറങ്ങിയപ്പോൾ ടവൽ കാണുന്നുണ്ടായിരുന്നില്ല. താഴേക്കിറങ്ങി വന്ന ബിയാൻ താരിയോട് ടവൽ കണ്ടോ എന്ന് ചോദിച്ചു. താൻ അത് അലക്കിയിട്ടു എന്നായിരുന്നു താരിയുടെ മറുപടി. പിന്നാലെ അവളത് എടുത്തു കൊടുക്കുകയും ചെയ്തു. വേലക്കാരി ധാർമ്മി വന്നില്ലേ എന്ന് ബിയാൻ അതോടെ തിരക്കി. ഇല്ലെന്ന് പറഞ്ഞു. ഇന്നലത്തെ വീട്ടുജോലിയൊക്കെ നീയാണോ ചെയ്തത് എന്നവൻ തുടർന്ന് ചോദിച്ചപ്പോൾ ആണെന്നായിരുന്നു താരിയുടെ മറുപടി. ഇനിമേൽ അങ്ങനൊന്നും ചെയ്യേണ്ടതില്ലെന്നും അങ്ങനെ വല്ലതും സംഭവിച്ചാൽ ക്ലീനിംഗ് സർവീസ് ഓർഡർ ചെയ്തോളാനും പണം താൻ അടച്ചോളാമെന്നും നിന്നോട് ഒന്നിന്റെ പേരിലും കടപ്പാടുണ്ടാവാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഗൗരവത്തിൽ പറഞ്ഞ് ബിയാൻ മുകൾ നിലയിലേക്ക് കയറിപ്പോയി. അന്ന് റെഡിയായി ബിയാൻ ഓഫീസിലേക്ക് പോവാൻ നിൽക്കെ ബിയാന് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കുവാൻ താരി ചെന്നു. പക്ഷേ ബിയാൻ അത് കഴിക്കാൻ കൂട്ടാക്കിയേയില്ല. പാക്ക് ചെയ്ത് വണ്ടിയിലേക്ക് കൊണ്ടുചെന്ന് കൊടുക്കാൻ താരി ശ്രമിച്ചപ്പോ നീ ഉണ്ടാക്കുന്ന ഒന്നും തന്നെ എനിക്ക് വേണ്ട, അത് കഴിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുമില്ല എന്നായിരുന്നു ബിയാൻ മറുപടി പറഞ്ഞത്. താരിക്ക് എന്തെന്നില്ലാത്തൊരു സങ്കടം തോന്നി. അന്ന് വൈകിട്ട് ബിയാൻ തന്റെ കാമുകി സാറയെ കാണുവാൻ പോയി. തനിക്കൊരു തേർഡ് പേഴ്സൺ ആവണ്ടെന്നും നീ ഇപ്പോ വിവാഹം കഴിഞ്ഞ വ്യക്തിയല്ലേ, ഇനി ഇത് വേണ്ടെന്നും സാറ ബിയാനോട് പറഞ്ഞു. നമ്മുടെ വിവാഹ പദ്ധതികളും പ്രണയവുമൊക്കെ തകർത്തത് അവളാണ്. നീ എനിക്ക് വേണ്ടി ഒരു കൊല്ലം കാത്തിരിക്കെ അവളെ ഡിവോഴ്സ് ചെയ്ത് ഞാൻ നിന്നിലേക്ക് തന്നെ വന്നു ചേരാം. നീ എന്നെ പ്രണയിക്കുന്നില്ലേ എന്ന് ബിയാൻ സാറയോട് ചോദിച്ചു. ബിയാനും സാറയും തമ്മിൽ വർഷങ്ങളായി പ്രണയിക്കുന്നവരാണ്. ബിയാനോടുള്ള പ്രണയത്തിന്റെ പുറത്ത് സാറ അതിന് സമ്മതിച്ചു. ബിയാൻ സാറയെ തന്നോട് ചേർത്തു പിടിച്ചു. അടുത്ത ദിവസം താരി തന്റെ ഒരേ ഒരു സുഹൃത്തും ബെസ്റ്റ് ഫ്രണ്ടുമായ അമിയോട് സംസാരിക്കുകയാണ്. ഭർത്താവുമായുള്ള തന്റെ ജീവിതത്തിലെ അസ്വാരസ്യങ്ങളെപ്പറ്റി ചെറിയ
തോതിൽ അമ്മയോട് താരി സൂചിപ്പിച്ചിരുന്നു. താരി ദുഃഖിതയായി നിൽക്കുന്ന കണ്ടതും അമ്മ താരിയോട് സംസാരിച്ചു. നിന്റെ ഭർത്താവ് നിന്റെ കാര്യങ്ങളൊന്നും നോക്കുന്നില്ലല്ലോ, നീയപ്പോ വലിയ ഗൗരവമായൊന്നും ഇത് കാണണ്ട. നിന്റെ ഭർത്താവിന് ഡിവോഴ്സ് അല്ലേ വേണ്ടത്, നീ അതങ്ങ് കൊടുത്തേക്ക്, അയാളുടെ ഇഷ്ടം പോലെ നടന്നേക്ക് എന്നായിരുന്നു അമ്മ പറഞ്ഞത്. അത് ശരിയല്ലാത്ത കാര്യമല്ലേ എന്ന രീതിയിൽ താരി ചോദിച്ചപ്പോ അമ്മ അതിനെ കൗണ്ടർ ചെയ്തു. നിന്റെ ഭർത്താവ് ഇപ്പോ അവന്റെ ആ കാമുകിക്കൊപ്പമായിരിക്കും, അപ്പോ പിന്നെ നീ എന്തിനാ ഇത്രയ്ക്ക് വറീഡാകുന്നേ എന്നായിരുന്നു അമ്മയുടെ ചോദ്യം. അമ്മയുടെ ആ സംസാരത്തിൽ താരിക്ക് വല്ലാതൊരു വിഷമം തോന്നി. മറുവശത്ത് ബിയാനാകട്ടെ അമ്മ പറഞ്ഞ പോലെ സാറയ്ക്കൊപ്പമായിരുന്നു. സാറയ്ക്ക് ഡ്രൈവിംഗ് അറിയാമായിരുന്നില്ല. അവളെ ഡ്രൈവ് ചെയ്യാൻ ബിയാൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. കാമുകന്മാരായിരുന്ന സമയത്ത് സാറയെ എപ്പോഴും പിക്ക് ചെയ്യുകയും ഡ്രോപ്പ് ചെയ്യുകയും എല്ലായിടത്തും കൊണ്ടുപോവുകയും ചെയ്തിരുന്നത് ബിയാനായിരുന്നല്ലോ. അതുകൊണ്ട് ഡ്രൈവിംഗ് പഠിക്കുന്നതിലും മറ്റും സാറ ശ്രദ്ധ കൊടുത്തിരുന്നില്ല. ബിയാൻ ഇപ്പോൾ വിവാഹിതനായി മാറിയപ്പോൾ അവൾക്ക് തനിച്ചു പോവാൻ ഡ്രൈവ് ചെയ്യേണ്ട ആവശ്യം വന്നു. അതുകൊണ്ടായിരുന്നു ഡ്രൈവിംഗ് അവളിപ്പോൾ പഠിക്കാൻ ശ്രമിക്കുന്നത്. തനിക്ക് ഡ്രൈവിംഗ് അറിയാത്തത് കൊണ്ടുള്ള പ്രശ്നങ്ങളെപ്പറ്റി സാറ ദുഃഖത്തോടെ പറഞ്ഞപ്പോ എന്താവശ്യമുണ്ടെങ്കിലും നീ വിളിച്ചാൽ മതി, ഞാൻ ഓടിയെത്തിക്കോളാം എന്ന് ബിയാൻ അവളോട് പറഞ്ഞു. അടുത്ത ദിവസം പുലർച്ചെ ബിയാൻ താരിയുടെ വാതിലിൽ വന്നു മുട്ടി. അന്നുച്ചയ്ക്ക് വീട്ടിൽ പോകണമെന്നും വാപ്പയും ഉമ്മയും തങ്ങളെ ലഞ്ചിന് വിളിച്ചിട്ടുണ്ട് എന്നും അവളോടായി പറഞ്ഞു. പിന്നാലെ എന്താ കാര്യമെന്ന് അവൾ ചോദിച്ചപ്പോ ഇന്ന് വാപ്പയുടെ ബർത്ത്ഡേ ആണ് എന്നും ബിയാൻ കൂട്ടിച്ചേർക്കുകയാണ്. താരിക്കത് ഷോക്കായിരുന്നു. വാപ്പയുടെ പിറന്നാളായിട്ട് അവൾ ഗിഫ്റ്റ് പോലും വാങ്ങിയിട്ടില്ല. അതൊന്നും കുഴപ്പമില്ലെന്നും നമ്മൾ പോകുന്നു, ഭക്ഷണം കഴിക്കുന്നു, തിരിച്ചു വരുന്നു, ഇത്രേ കാര്യമുള്ളൂ, പിന്നെ അവരെ വിഷമിപ്പിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു ഹാപ്പി കപ്പിൾസ് ആണ് എന്നവർക്ക് തോന്നണം, അതുപോലെ അഭിനയിക്കണം എന്നും അല്പം സങ്കോചത്തോടെ ബിയാൻ താരിയോട് പറഞ്ഞു. അതെങ്ങനെ അഭിനയിക്കും എന്ന് ചോദിച്ചപ്പോ അതിപ്പോ കൈകൾ കോർത്തു പിടിച്ച് നടക്കണം, കപ്പിൾസിനെ പോലെ പെരുമാറണം എന്നൊക്കെയായിരുന്നു ബിയാൻ പറഞ്ഞത്. അങ്ങനെ ബർത്ത്ഡേ പാർട്ടിയിലേക്ക് ബിയാനും താരിയും ചെന്നെത്തുകയാണ്. കൈകൾ കോർത്തു പിടിച്ച് ഹാപ്പി കപ്പിൾസിനെ പോലെ അഭിനയിക്കാൻ ബിയാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ താരിയാകട്ടെ സ്വാഭാവികമായ രീതിയിൽ സന്തോഷത്തോടെ ഇടപഴകി. ബിയാന് വാപ്പയും ഉമ്മയും ഒരു സഹോദരിയുമുണ്ട്. ബിയാന്റെ ഉമ്മയ്ക്ക് ക്യാൻസർ ആണ്, നിലവിൽ ട്രീറ്റ്മെന്റിലുമാണ്. താരി ബിയാന്റെ ഉമ്മയോട് വളരെയധികം അടുപ്പത്തോടെ സ്നേഹത്തോടെ പെരുമാറി. തന്റെ മകനും മരുമകളും സന്തോഷത്തിലാണ് ജീവിക്കുന്നത് എന്നവരുടെ പെരുമാറ്റത്തിൽ അവർ വിശ്വസിക്കുകയും ചെയ്തു. ആ സമയമാണ് അങ്ങോട്ടേക്ക് ബിയാന്റെ കസിനായ അൽദി കടന്നുവരുന്നത്. അൽദിയെ കണ്ടതും ബിയാൻ അല്പം അസ്വസ്ഥനാവാൻ തുടങ്ങി. താരിക്ക് സുഖമില്ല എന്ന് കള്ളം പറഞ്ഞ് താരിയെ കൊണ്ടും അത് ഏറ്റുപറയിപ്പിച്ച് ബിയാൻ ഉടനടി താരിയെയും കൂട്ടി അവിടെ നിന്ന് പോന്നു. അന്ന് തിരികെ കാറിൽ പോരുമ്പോൾ എന്താണ് അങ്ങനെ വേഗം പോന്നത്, ഭക്ഷണം കഴിക്കാൻ പോലും നിന്നില്ലല്ലോ എന്ന് താരി ബിയാനോട് ചോദിച്ചു. ഒന്നുമില്ലെന്ന് ബിയാൻ ആദ്യം പറഞ്ഞെങ്കിലും അൽദി വന്നതുകൊണ്ടല്ലേ, അൽദിയുമായി നിങ്ങൾക്കെന്താ പ്രശ്നം എന്ന് താരി ചോദിച്ചപ്പോ ബിയാൻ മടിച്ചാണെങ്കിലും ഉള്ള സത്യം പറഞ്ഞു. അൽദിക്ക് ബിയാന്റെ സാറയുമായുള്ള റിലേഷൻഷിപ്പിനെ പറ്റി അറിയാമായിരുന്നു. അത് കേട്ടതും താരി അല്പം അസ്വസ്ഥയാകുന്നുണ്ട്. താരി പിന്നാലെ ബിയാനോട് പറഞ്ഞു, എനിക്കിതിന് പ്രതിഫലം വേണം. എന്ത് പ്രതിഫലം? എന്തിന് പ്രതിഫലം? നിങ്ങൾ പറഞ്ഞ പോലെ നിങ്ങളുടെ പാരന്റ്സിന് മുമ്പിൽ ഞാൻ അഭിനയിച്ചില്ലേ, അപ്പോ അതിനെനിക്ക് റിവാർഡ് വേണം. താല്പര്യമില്ലാത്ത പോലെ ബിയാൻ ഓക്കെ പറഞ്ഞു. നിനക്കെന്താ വേണ്ടത്? ആഭരണം, ബാഗ്, ഷൂസ് എന്താണെന്ന് പറഞ്ഞു എന്ന് ബിയാൻ ചോദിച്ചപ്പോൾ അതൊന്നും വേണ്ട, എന്റെ കൂടെ വീട്ടു സാധനങ്ങൾ വാങ്ങുവാൻ വരണം എന്നായിരുന്നു താരി പറഞ്ഞത്. ബിയാൻ അതിൽ താല്പര്യമില്ലെങ്കിലും താരിക്ക് റിവാർഡ് ഓഫർ ചെയ്തതാണല്ലോ, അതുകൊണ്ട് താരിക്കൊപ്പം ബിയാൻ വീട്ടിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ പോയി. ആ അവസരമൊക്കെയും ബിയാനെ ചെറുതായി ടീസ് ചെയ്യാൻ താരി ഉപയോഗിക്കാതിരുന്നില്ല. ശേഷം ബിയാനൊപ്പം ഒന്നിച്ച് ഭക്ഷണം കഴിക്കണം എന്നും താരിക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവിടെ വെച്ച് അടുത്തുള്ള ജാപ്പനീസ് റെസ്റ്റോറന്റിൽ നിന്ന് സുഷി കഴിക്കണം എന്ന് താരി ആവശ്യപ്പെട്ടു. ആദ്യം ബിയാൻ മടിച്ചെങ്കിലും താരിയോട് ഓർഡർ ചെയ്തോളാനും താൻ വന്നോളാം എന്നും പറഞ്ഞ് ബിയാൻ പുറത്തേക്ക് പോയി. സാധനങ്ങൾ കാറിൽ കൊണ്ടുവയ്ക്കാനായിരുന്നു അത്. താരി ചെന്ന് റെസ്റ്റോറന്റിൽ ഓർഡർ ചെയ്ത് ഭക്ഷണവും വാങ്ങി കാത്തിരുന്നു. സമയം കുറച്ച് പിന്നിട്ടിട്ടും ബിയാൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നില്ല. കുറെ നേരമായും കാണാതായപ്പോൾ താരി ബിയാനെ കോൾ ചെയ്തു. അപ്പോഴാണ് ബിയാൻ പറയുന്നത്, സാറ വണ്ടി ഓടിച്ചു പോയപ്പോൾ ഒരു ആക്സിഡന്റ് പറ്റി, അതുകൊണ്ട് താൻ അങ്ങോട്ടേക്ക് പോയെന്നും സാറയെ ഹെൽപ്പ് ചെയ്യുകയാണെന്നും സാറയ്ക്കൊപ്പം ഭക്ഷണം കഴിച്ച് താൻ വീട്ടിലേക്ക് വന്നോളാം എന്നുമായിരുന്നു അത്. അത് കേട്ടതും താരി വല്ലാതെ ദുഃഖിതയായി. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ബിയാൻ തന്നെ പ്രണയിക്കുന്നില്ലല്ലോ എന്ന് അവൾക്ക് തോന്നി. അന്ന് ബിയാൻ തിരികെ എത്തുമ്പോൾ താരി വെഡ്ഡിംഗ് എഗ്രിമെന്റുമായി ബിയാനെയും കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. താരി എന്ന് ബിയാനോട് സംസാരിച്ചു. പബ്ലിക്കായി സാറയെ ഇങ്ങനെ കാണാൻ പോകുന്നത് നിർത്തിക്കോളണം എന്ന് താരി ആവശ്യപ്പെട്ടു. താൻ അത് എന്തിനു ചെയ്യണം എന്നായിരുന്നു ബിയാന്റെ മറുചോദ്യം. ഞാൻ നിങ്ങളുടെ ഭാര്യയാണ്, നിങ്ങൾക്ക് ഇതൊക്കെ കുട്ടിക്കളിയായിരിക്കും. വിവാഹം എന്നത് പരിശുദ്ധമാക്കപ്പെട്ടവയാണ്. ഇത് പരിശുദ്ധമായ വിവാഹമൊന്നുമല്ല, ഫോഴ്സ്ഡ് മാരേജ് ആയിരുന്നു. ബിയാൻ മറുപടി പറഞ്ഞു, അതെ ശരിയാണ്, നിങ്ങൾ
നിങ്ങൾക്കത് അങ്ങനെയായിരിക്കും. പക്ഷേ എന്നെ സംബന്ധിച്ച് ഇത് കുട്ടിക്കളിയല്ല. നിങ്ങൾ എനിക്ക് ഒരു കൊല്ലത്തെ സമയം തന്നില്ലേ? അതുകൊണ്ട് ആ ഒരു കൊല്ലമെങ്കിലും എനിക്കും എന്റെ കുടുംബത്തിനും ഒരു ഭാര്യയുടേതായ എല്ലാ അധികാരവും പദവിയും നിങ്ങൾ നൽകണം. ഞാനത് ചോദിക്കുന്നതിൽ എന്തെങ്കിലും തെറ്റു തോന്നുന്നുണ്ടോ? ബിയാൻ പെട്ടെന്ന് മറുപടി കൊടുക്കാൻ അല്പം മടിച്ചു നിന്നു. അതിനെപ്പറ്റി ഞാൻ ആലോചിക്കാം എന്ന് ബിയാൻ താരിയോട് പറഞ്ഞു. ആലോചിക്കാമെന്നോ? പിന്നെ നീ എന്ത് വിചാരിച്ചു? എല്ലാം നിനക്കറിയാവുന്നതല്ലേ? നിനക്ക് ബുദ്ധിമുട്ടുണ്ടേ, നീ പോയി കോർട്ടിൽ ഫയൽ ചെയ്തോ, ഡിവോഴ്സ് എടുത്തോ, എനിക്കൊരു പരാതിയുമില്ല. അതും പറഞ്ഞ് ബിയാൻ അകത്തേക്ക് കയറിപ്പോയി. അടുത്ത ദിവസം ബിയാൻ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ വേലക്കാരി ധർമ്മി അവിടെ തുടയ്ക്കുന്നുണ്ടായിരുന്നു. ധർമ്മിയോട് അടുത്ത മുറിയിലേക്ക് പോവാൻ പറഞ്ഞ് ബിയാനും താരിയും രഹസ്യമായി സംസാരിച്ചു. പബ്ലിക്കായി താനിനി സാറയെ കാണാൻ പോവില്ല എന്ന് ബിയാൻ താരിയോട് പറഞ്ഞു. വാക്ക് നിങ്ങൾ തെറ്റിച്ചാൽ ഞാൻ കോമ്പൻസേഷൻ ചോദിക്കും എന്നായിരുന്നു താരി തിരികെ പറഞ്ഞത്. ബിയാനും അതിനോക്കെ പറഞ്ഞു. ബിയാൻ അപ്പോൾ പുറത്തു പോവാൻ നിൽക്കുകയായിരുന്നു. പക്ഷേ താരി ബിയാനോട് പോവരുതെന്നും എന്റെ അമ്മാവനും അമ്മായിയും വരുന്നുണ്ട് എന്നും ബിയാനെ അറിയിച്ചു. അവര് വരുന്നതിന് ഞാനെന്തു ചെയ്യണം എന്നായിരുന്നു ബിയാന്റെ മറുചോദ്യം. അവരെന്റെ കുടുംബമാണെന്നും എന്നെ വളർത്തിയവരാണെന്നും അങ്ങനെ അവർക്ക് റെസ്പെക്ട് കൊടുക്കാതെ പോവാൻ പറ്റില്ല എന്നുമായിരുന്നു താരി പറഞ്ഞത്. അതൊന്നും എനിക്കറിയണ്ട, എന്നോട് നേരത്തെ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ബിയാൻ പോവാനായി പുറത്തേക്ക് വന്നപ്പോഴേക്കും അമ്മാവനും അമ്മായിയും അങ്ങോട്ടേക്ക് വന്നെത്തിക്കഴിഞ്ഞിരുന്നു. അന്നവിടെ താമസിക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു അവർ വന്നു ചേർന്നത്. ബിയാനാണെങ്കിൽ അവിടെ നിന്ന് മാറാനും സാധിച്ചില്ല. അവർക്ക് മുമ്പിൽ നല്ല കപ്പിൾസായി അഭിനയിക്കണമല്ലോ. ഇരുവരും അതിനുവേണ്ടി നല്ല രീതിയിൽ കഷ്ടപ്പെട്ടു. അന്നവർ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചപ്പോൾ താരിയുണ്ടാക്കിയ ഭക്ഷണം ബിയാന് നിർബന്ധപൂർവ്വം കഴിക്കേണ്ട വന്നു. എങ്ങനെയുണ്ട് താരിയുടെ ഫുഡ് എന്നമ്മാവൻ ചോദിച്ചപ്പോ നല്ലതാണ് എന്ന് ബിയാൻ പറഞ്ഞു. ശരിക്കും നല്ലതാണോ എന്ന് താരി ചോദിച്ചപ്പോൾ അതേ എന്ന് ആത്മാർത്ഥമായി ബിയാൻ മറുപടി പറഞ്ഞിരുന്നു. താരിയെ അത് വളരെയധികം സന്തോഷിപ്പിച്ചു. അന്നാണ് താരിയെപ്പറ്റി കൂടുതൽ കാര്യങ്ങൾ അമ്മാവനിൽ നിന്നും ബിയാൻ മനസ്സിലാക്കുന്നത്. താരി ജൂനിയർ ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു കാർ ആക്സിഡന്റിൽ താരിയുടെ പാരന്റ്സ് മരണപ്പെടുകയായിരുന്നു. അന്നു മുതൽ മക്കളില്ലാത്ത അമ്മാവനും അമ്മായിയുമാണ് താരിയെ സ്വന്തം മകളെ പോലെ വളർത്തിയത്. ബിയാനും താരിയും സന്തോഷത്തോടെയാണ് ജീവിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ച അമ്മാവൻ തങ്ങളുടെ തീരുമാനം തെറ്റിയില്ല, നല്ലൊരു വരനെ തന്നെ താരിക്ക് കൊടുക്കാനായി എന്ന് ബിയാനോട് പറഞ്ഞു. ബിയാന്റെ ഉള്ളിൽ പെട്ടെന്നൊരു വേദന പടർന്നിരുന്നു. മറുവശത്ത് അമ്മായി താരിയോട് വിവാഹ ജീവിതത്തെപ്പറ്റി പറയുകയായിരുന്നു. തന്റെ ഭർത്താവ്, അതായത് താരിയുടെ അമ്മാവനും താനും വിവാഹം കഴിഞ്ഞ നാളുകളിൽ അത്ര അടുപ്പത്തിലൊന്നും ആയിരുന്നില്ലെന്നും പിന്നീട് പതിയെ പ്രണയത്തിലാവുകയും ഇത്രമേൽ സ്നേഹത്തിലായതാണ് എന്നും അവർ അവളെ അറിയിച്ചു. ആദ്യഘട്ടത്തിൽ താൻ ഡിവോഴ്സിനെ പറ്റി ചിന്തിച്ചപ്പോൾ വിവാഹമോചനമെന്നത് പിശാച് തുറക്കുന്ന വഴിയാണെന്നും അതിലേക്ക് പോവാതിരിക്കേണ്ടത് നമ്മളാണെന്നും അമ്മാവൻ തന്നെ ഉണർത്തിയെന്നും താരിയോട് അമ്മായി വിശദമായി പറഞ്ഞു. അമ്മാവനും അമ്മായിയും അന്നവിടെ തങ്ങുന്നത് കൊണ്ട് താരിക്കും ബിയാനും ബിയാന്റെ റൂമിൽ കഴിയേണ്ട വന്നു. വളരെ മടിയോടെയായിരുന്നു താരി ബിയാന്റെ റൂമിലെത്തിയത്. എന്നിരുന്നാലും ബെഡിൽ കിടന്നപ്പോൾ താരി തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ നോക്കിക്കൊണ്ടു കിടന്നു. ഇടയ്ക്കൊന്ന് ഉറക്കം ഞെട്ടിയപ്പോൾ ഉണർന്ന ബിയാനും കണ്ണടച്ചു കിടക്കുന്ന താരിയെ നോക്കി കണ്ടുകൊണ്ടിരുന്നു. പിറ്റേന്ന് പുലർച്ചെ താരിയുടെ അമ്മാവനെ സന്തോഷിപ്പിക്കാൻ അമ്മാവനൊപ്പം ബിയാൻ പള്ളിയിൽ പോയി. താമസമൊക്കെ കഴിഞ്ഞ് ഏറെ തൃപ്തിയോടെയായിരുന്നു താരിയുടെ അമ്മാവനും അമ്മായിയും മടങ്ങിപ്പോയത്. അവർ പോയതിനു പുറകെ ബിയാൻ താരിയോട് പറഞ്ഞു, നമ്മളിപ്പോ തുല്യരായി കഴിഞ്ഞു. എങ്ങനെ? നീ എന്റെ കുടുംബത്തെ സന്തോഷിപ്പിച്ചു, ഞാൻ നിന്റെ കുടുംബത്തെയും. നീ എന്റെ കുടുംബത്തിന് മുമ്പിൽ നമ്മൾ ഹാപ്പി കപ്പിൾസ് ആണെന്ന് അഭിനയിച്ചു, ഞാൻ നിന്റെ കുടുംബത്തിന് മുമ്പിലും അഭിനയിച്ചു. ഞാൻ ഒരിക്കലും നിങ്ങളുടെ കുടുംബത്തിന് മുമ്പിൽ അഭിനയിച്ചിട്ടേയില്ല, ഇപ്പോഴും അഭിനയിച്ചിട്ടില്ല എന്നായിരുന്നു താരി പറഞ്ഞത്. അതൊന്നും എന്റെ വിഷയമല്ല, ഞാൻ സാറയെ കാണാൻ പോകുന്നു എന്ന് ബിയാൻ പറഞ്ഞതും താരി അസ്വസ്ഥയായി. നീ എന്ത് വിചാരിച്ചു? അവർ വന്നതുകൊണ്ടും ഒരു മുറിയിൽ നമ്മൾ കിടന്നതുകൊണ്ടും ഞാനൊക്കെ മറക്കുമെന്നോ? എഗ്രിമെന്റിന്റെ കാര്യമൊന്നും നീ മറക്കണ്ട എന്ന് പറഞ്ഞ് ബിയാൻ അവിടെ നിന്ന് പോയി. പിന്നീട് അങ്ങോട്ടേക്ക് താരി വളരെയധികം ദുഃഖിതയായി കാണപ്പെട്ടിരുന്നു. സെമിനാറിൽ പോലും നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ താരിക്ക് കഴിഞ്ഞില്ല. താരിയുടെ സെമിനാർ കേൾക്കാൻ അൽദി അവിടെ വന്നിരുന്നു. അൽദി താരിക്കടുത്ത് ചെന്ന് സംസാരിച്ചു. ബിയാൻ ഓക്കെയല്ലേ എന്നും അൽദി താരിയോട് ചോദിച്ചു. മറുപടി പറയാൻ താരി അല്പം ബുദ്ധിമുട്ടിയിരുന്നു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ഏറെ അവശതയിലായിരുന്നു ബിയാൻ ഓഫീസിൽ നിന്ന് വന്നത്. കലശലായ പനി ബിയാൻ ഉണ്ടായിരുന്നു. താരി വന്ന് ബിയാന്റെ അവശത കണ്ടതും അവനെ താങ്ങിപ്പിടിച്ചു മുറിയിലെത്തിച്ചു. ഒരു ഭാര്യ എന്ന രീതിയിൽ ബിയാനെ പരിചരിച്ചു. ആദ്യമൊന്നും വലിയ താല്പര്യമില്ലാതെയാണ് ബിയാൻ അതിന് നിന്നതെങ്കിലും സഹായം വേണ്ട സമയമായതുകൊണ്ട് താരിയുടെ സഹായങ്ങൾ ബിയാൻ സ്വീകരിച്ചു. എന്തിനേറെ പറയുന്നു, ഭക്ഷണം കഴിക്കാൻ മടിച്ച് ബിയാൻ നിന്നപ്പോൾ താരി അവൻ ഊട്ടിക്കൊടുത്തു.
ബിയാൻ അതൊന്നും വലിയ കാര്യമായിരുന്നില്ലെങ്കിൽ കൂടിയും താരി അതിലൊക്കെ സന്തോഷിക്കുന്നുണ്ടായിരുന്നു. അന്ന് കുറച്ചു കഴിഞ്ഞ് ബിയാനെ കാണുവാൻ വീട്ടിലേക്കൊരു അതിഥി വന്നു. ബിയാന് സുഖമില്ല എന്നറിഞ്ഞെത്തിയ സാറയായിരുന്നു അത്. സാറയെ കണ്ട് താരിക്ക് ആദ്യം മനസ്സിലായില്ല. സ്വയം സാറ പരിചയപ്പെടുത്തിയപ്പോൾ അത് കേട്ട് താരിയാകെ തകർന്നുപോയി. അവൾ മാറി നിന്ന് പൊട്ടിക്കരഞ്ഞു. സാറ വന്നിരിക്കുന്ന കാര്യം ബിയാനെ അറിയിക്കുവാൻ വേലക്കാരിയായിരുന്നു താരി പറഞ്ഞുവിട്ടത്. താരി എന്തേയെന്ന് ബിയാൻ ചോദിച്ചപ്പോൾ പുറത്തു പോയിട്ട് അത്യാവശ്യമുണ്ടെന്ന് പറഞ്ഞു പോയെന്ന് വേലക്കാരി ബിയാനെ അറിയിച്ചു. ബിയാൻ താഴെ വന്ന് നോക്കുമ്പോൾ വന്നിരിക്കുന്നത് സാറയാണ്. ബിയാനെ കണ്ടതും സാറ ബിയാനെ കെട്ടിപ്പിടിച്ചു. സുഖമില്ലെന്ന് കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. സാറ ബിയാനെ കെട്ടിപ്പിടിക്കുന്ന കാഴ്ച കണ്ട് വേലക്കാരി ഞെട്ടിപ്പോയിരുന്നു. ബിയാനും അസ്വസ്ഥനായി. ബിയാന്റെ സ്നേഹാന്വേഷണങ്ങൾ നടത്തി സാറ മടങ്ങിപ്പോവുകയും ചെയ്തു. അന്ന് വൈകിയായിരുന്നു താരി തിരികെ എത്തിയത്. ബിയാൻ താരിയെ വെയിറ്റ് ചെയ്തിരുന്നു. സാറ വീട്ടിലേക്ക് വന്നതിന്റെ പേരിൽ അവർ തമ്മിൽ അന്നൊരു വാക്കുതർക്കമുണ്ടായി. ഒടുവിൽ മേലാൽ ഞാനിവിടെ ഉള്ളപ്പോൾ സാറ ഇങ്ങോട്ടേക്ക് വന്നു പോകരുത് എന്ന് ദേഷ്യത്തിൽ പറഞ്ഞ് താരി മുറിയിലേക്ക് കയറിപ്പോയി. അടുത്ത ദിവസം താരിക്കൊരു സെമിനാർ ഉണ്ടായിരുന്നു. അന്നായിരുന്നു ബിയാന്റെ ഫാമിലി ഗാദറിംഗും ഉണ്ടായിരുന്നത്. താരി പുറപ്പെടാൻ ഇറങ്ങിയപ്പോൾ ബിയാൻ താരിയെ അതോർമ്മിപ്പിച്ചു. പക്ഷെ എന്നോട് മുൻകൂട്ടി പറഞ്ഞിട്ടില്ലല്ലോ, സെമിനാർ ഒഴിവാക്കാൻ പറ്റില്ല എന്ന് ഗൗരവത്തിൽ പറഞ്ഞ് താരി അവിടെ നിന്ന് പോരുകയാണ്. പക്ഷെ പോകുന്ന വഴിയിലൊക്കെ താരിക്ക് തടസ്സം നേരിട്ടു. ഭർത്താവിന്റെ അനുമതിയില്ലാതെ ഭാര്യ ഒരിടത്തേക്ക് പുറപ്പെട്ടാൽ അത് ദൈവത്തിന് ഇഷ്ടപ്പെടില്ല എന്നൊരു വിശ്വാസം ഇസ്ലാമിലുണ്ട്. അതുകൊണ്ടായിരിക്കുമോ ഇങ്ങനൊക്കെ സംഭവിക്കുന്നത് എന്ന് താരി ചിന്തിച്ചു. അന്ന് വൈകിട്ട് ഫാമിലി ഗ്യാദറിംഗിന് ബിയാൻ തനിച്ചായിരുന്നു വീട്ടിലേക്ക് എത്തുന്നത്. താരി കൂടെ വരാതെ ബിയാൻ മാത്രം വന്നത് കണ്ട് ഫാമിലി അവരുടെ റിലേഷൻഷിപ്പിൽ പ്രശ്നമുണ്ടോ എന്ന് സംശയിക്കുകയും ചോദ്യം ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തപ്പോഴേക്കും താരി അങ്ങോട്ടേക്ക് വന്നു ചേർന്നു. അല്പം വൈകിയതിന് അവരോട് ക്ഷമ ചോദിക്കുകയും ചെയ്തു. അതോടെ അവർ തമ്മിൽ ഒരു വിഷയവുമില്ല എന്ന് കുടുംബം വിശ്വസിക്കുകയാണ്. താരി അങ്ങനെ വന്നതുകൊണ്ട് ബിയാനും വല്ലാത്ത സന്തോഷവും സമാധാനവും തോന്നിയിരുന്നു. തനിക്കു വേണ്ടി താരി അങ്ങനൊക്കെ ചെയ്യുന്നതും താരിയുടെ സ്നേഹവുമൊക്കെ പതിയെ ബിയാന്റെ മനസ്സിൽ താരിക്കൊരു സ്ഥാനം നേടിക്കൊടുക്കാൻ ആരംഭിച്ചു. താരി ഉണ്ടാക്കുന്ന ഭക്ഷണമൊക്കെ വീട്ടിൽ നിന്ന് ബിയാൻ കഴിക്കാൻ തുടങ്ങി. ആ വീക്കെൻഡിൽ തന്നെ പുറത്തു കൊണ്ടുപോകാമോ എന്ന് താരി ബിയാനോട് ചോദിച്ചു. എന്തിനാണെന്നായിരുന്നു ബിയാൻ തിരികെ ചോദിച്ചത്. കോമ്പൻസേഷൻ ആണെന്നും സാറ് നിങ്ങളെ വീട്ടിൽ കാണാൻ വന്നില്ലേ, പബ്ലിക്കിൽ വെച്ച് കാണരുതെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ. മിസസ് ധർമ്മി ഇവിടെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഇതൊരു പബ്ലിക് പ്ലേസ് ആയിരുന്നു, അതിന് കോമ്പൻസേഷൻ വേണം എന്ന് താരി പറഞ്ഞപ്പോൾ ബിയാൻ അതിന് സമ്മതിച്ചു. അവരെന്നാ വീക്കെൻഡിൽ പുറത്തുപോയി ഡേറ്റിങ്ങിന് പോകുന്ന പോലെ മാളിലും പലയിടത്തും ചുറ്റിക്കറങ്ങി. ഇരുവരും ഒരുപാട് സന്തോഷിക്കുന്നുണ്ടായിരുന്നു. താരിയുടെ സന്തോഷം കണ്ട് ബിയാൻ താരിയോട് പറഞ്ഞു, നിന്നെ സന്തോഷിപ്പിക്കാൻ എന്തെളുപ്പമാ, നിന്നെ ദൂരെ വിദേശത്തൊന്നും ടൂറ് കൊണ്ടുപോകണ്ട. ഇവിടെ ഈ നഗരത്തിൽ ഒരു മെട്രോ ട്രെയിൻ യാത്രയും ഒന്നിച്ചു കുറച്ച് സമയം ചെലവഴിക്കലും മാളിൽ കറങ്ങിയാലുമൊക്കെ നീ സന്തോഷവതിയാകും. അതെ, ഞാൻ അങ്ങനെയാ, ദൈവത്തിന് സ്തുതി, താരി ബിയാനോട് പറഞ്ഞു. അവരങ്ങനെ ഇരിക്കുമ്പോൾ ബിയാൻ താരിയോട് സംസാരിച്ചു. താരി, ഞാൻ നിന്നോടൊരു കഥ പറയട്ടെ. എന്ത് കഥ? ഞാനും സാറയും എങ്ങനാ കണ്ടുമുട്ടിയത് എന്നതിനെപ്പറ്റി. അത് കേട്ടതും താരിയുടെ മുഖം മാറി. എന്നാലും ബിയാൻ തുടർന്നു പറഞ്ഞു, ക്യാമ്പസിൽ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ കണ്ടുമുട്ടുന്നത്. 6 മാസം ഞാൻ അവളുടെ പുറകെ നടന്നു. അവളൊന്നും എന്നെ മൈൻഡ് ചെയ്തതേയില്ല. പിന്നെ പതിയെ ഞങ്ങൾ ഡേറ്റ് ചെയ്യാൻ ആരംഭിച്ചു. അന്ന് അൽദിയും അതേ കോളേജിൽ പഠിക്കുന്നുണ്ട്. അങ്ങനെയാ അവന് ഞങ്ങളുടെ റിലേഷൻഷിപ്പ് അറിയാവുന്നത്. കുറെ നാള് കഴിഞ്ഞ് ഉമ്മയോട് ഞാൻ ആ കാര്യം പറഞ്ഞു, സാറയെ പരിചയപ്പെടുത്തി. പക്ഷേ ഉമ്മയ്ക്ക് സാറയെ ഇഷ്ടമേ ആയിരുന്നില്ല. ഉമ്മ അതിനോടകം തന്നെ ഉമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ടിന്റെ മകളായ നീയുമായി എന്റെ വിവാഹം ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. പിന്നെയാണ് ഉമ്മയ്ക്ക് ക്യാൻസർ വന്നത്. ഉമ്മ ചികിത്സയിലായി. ഉമ്മയ്ക്ക് വേണ്ടി ഉമ്മയുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ഞാൻ നിർബന്ധിതനാവുകയായിരുന്നു. അതിലൊന്നായിരുന്നു നീയുമായുള്ള വിവാഹവും. ഉമ്മയുടെ നന്മ മാത്രമേ ഞാനപ്പോ ചിന്തിച്ചുള്ളൂ. എനിക്കിതൊന്നും അറിയണമെന്നില്ല, താരി ബിയാനോട് പറഞ്ഞു. ഒക്കെയും നീ അറിഞ്ഞിരിക്കണം, സത്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നെനിക്ക് തോന്നിയത് കൊണ്ടാ പറഞ്ഞത്. ഞാനിപ്പോ ശരിക്കും കൺഫ്യൂസ്ഡ് ആണ്. ഒരു തീരുമാനമെടുക്കാൻ എനിക്ക് സാധിക്കുന്നില്ല. താരി ബിയാന്റെ തോളിൽ കൈയിട്ടു. ബിയാനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവുകയൊന്നും വേണ്ട. നമ്മൾ ഒന്നിച്ചുള്ള സമയം അധികം വൈകാതെ അവസാനിക്കും. ആ കാലയളവിൽ നിങ്ങൾക്ക് നല്ലൊരു ഭാര്യയായിരിക്കണം, സന്തോഷത്തോടെ ഒരുമിച്ച് സമയം ചിലവഴിക്കണം എന്നേ ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നുള്ളൂ. ബിയാൻ നിറകണ്ണുകളോടെ താരിയെ നോക്കി. താരി ബിയാന്റെ തോളിൽ ചാഞ്ഞു കിടന്നു. പിന്നീട് അങ്ങോട്ടേക്ക് അവരുടെ ജീവിതത്തിന് ഒരു പുതിയ അർത്ഥവും സന്തോഷവും കൈവന്നിരുന്നു. ബിയാൻ താരിയോട് ഏറെ സ്നേഹത്തോടെ ഇടപഴകി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഗ്രോസറി ഷോപ്പിങ്ങിനായി ബിയാനും താരിയും പോയപ്പോൾ അവിടെ താരിയെ തനിച്ചു കാണുവാൻ സാറ അങ്ങോട്ടേക്ക് വന്നു. തങ്ങളുടെ റിലേഷൻഷിപ്പിനെ പറ്റി താരിയെ അറിയിക്കാനായിരുന്നു സാറയുടെ വരവ്. പക്ഷേ ഒക്കെ അറിയാമായിരുന്ന താരി സാറയെ കണ്ടതും ഉള്ളിലെ ദേഷ്യം മണപൊട്ടി അവളോട് പ്രതികരിച്ചു. ബിയാൻ പറഞ്ഞൊക്കെ ഞാൻ കേട്ടിട്ടുള്ളതാ, ഇനി നിന്റെ കൂടി വിശദീകരണം കേൾക്കണോ? നീ ഈ ചെയ്യുന്നതൊക്കെ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്നായിരുന്നു താരി അവളോട് ചോദിച്ചത്. പിന്നാലെ മറുപടി കൊടുക്കാനില്ലാതെ സാറ അവിടെ നിന്ന് പോവുകയും ചെയ്തു.
സാധനമെടുക്കാൻ മാറിയിരുന്ന ബിയാൻ അപ്പോഴാണ് താരിക്കടുത്തേക്ക് എത്തുന്നത്. താരി അങ്ങനെ നിൽക്കുന്ന കണ്ട് എന്താ പറ്റിയത്, വല്ല പിശാചിനെയും കണ്ടോ എന്ന് ബിയാൻ ചോദിച്ചു. ആ ഒരു പിശാചിനെ കണ്ടു എന്നായിരുന്നു താരി മറുപടി പറഞ്ഞത്. അടുത്ത ദിവസം താരിക്കൊരു സെമിനാർ ഉണ്ടായിരുന്നു. അതിമനോഹരമായി അവൾ ആ സെമിനാർ അവതരിപ്പിച്ചു. മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എങ്ങനെയാണ് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കേണ്ടത്, മനുഷ്യ ജീവിതവും അതുപോലാണ് എന്നൊക്കെ ഉദാഹരണ സഹിതം അവൾ വിശദീകരിച്ചു. അന്ന് സെമിനാർ കഴിഞ്ഞപ്പോൾ സെമിനാർ അറ്റൻഡ് ചെയ്തിരുന്ന അൽദി താരിയെ കാണാൻ അടുത്തു ചെന്നിരുന്നു. അവർ സംസാരിച്ചു നിൽക്കുകയായിരുന്നു. താരിയെ കൊണ്ടുപോകാൻ ബിയാൻ വരുന്നത്. താരി അൽദിയോട് സംസാരിച്ചു നിൽക്കുന്നത് ബിയാൻ ഇഷ്ടപ്പെട്ടില്ല. പിന്നാലെ ബിയാൻ താരിയെ കൂട്ടി അവിടെ നിന്ന് പോവുകയും ചെയ്തു. കാറിൽ പോകുമ്പോൾ അൽദി എങ്ങനെ അവിടെ എത്തി, അൽദിയുമായി നീ ചാറ്റ് ചെയ്യാറുണ്ടോ എന്നൊക്കെയുള്ള ഓരോ ചോദ്യങ്ങൾ ബിയാൻ താരിയോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. ബിയാന്റെ പൊസസീവ്നെസ്സും കുശുമ്പുമൊക്കെ താരിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു. താരിക്ക് ചിരി വന്നു. ബിയാൻ തന്നെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു എന്ന് താരി തിരിച്ചറിയുകയും ചെയ്തു. അത് ചോദിച്ച് ബിയാനെ ചെറുതായൊന്ന് ടീസ് ചെയ്യാനും താരി മറന്നില്ല. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഒരു ദിവസം ബിയാൻ ഓഫീസിൽ നിന്ന് മടങ്ങി വരുമ്പോൾ അൽദി വീട്ടിലുണ്ടായിരുന്നു. താരിയും അൽദിയും സംസാരിക്കുന്ന കണ്ടിട്ടാണ് ബിയാൻ കയറി വരുന്നത്. ബിയാൻ അത് തീരെ ഇഷ്ടപ്പെട്ടില്ല. ബിയാൻ വന്നതിന് തൊട്ടു പിന്നാലെ അൽദി പോവുകയും ചെയ്തു. താരിയോട് ബിയാൻ അന്ന് കുറെ ചോദ്യങ്ങൾ ചോദിച്ചു. അൽദി എന്തിനാ വന്നത്, അവൻ എത്ര നേരമായി വന്നിട്ട്, അവൻ ഫുഡ് കഴിച്ച് കുറെ നേരം ഇരുന്നു, എപ്പോഴും അവൻ ഇങ്ങനെ വരാറുണ്ടോ എന്ന തരത്തിൽ സംശയത്തോടെയുള്ള ചോദ്യങ്ങളായിരുന്നു അത്. അൽദിയെ നിങ്ങളുടെ ഉമ്മ പറഞ്ഞു വിട്ടതാണ്, നിങ്ങൾക്കെന്തോ കൊടുത്തു വിട്ടതാ എന്നൊക്കെ താരി മറുപടി പറഞ്ഞെങ്കിലും ബിയാൻ തന്റെ സംശയം ഉന്നയിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചായപ്പോൾ താരിക്ക് ക്ഷമ നശിച്ചു. നിങ്ങൾ ഒരുപക്ഷെ നിങ്ങളുടെ ഭാര്യ വീട്ടിലുള്ളപ്പോ മറ്റൊരു പെണ്ണിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകും, എന്നാ അതുപോലെ എന്നെ നോക്കി കണ്ടേക്കരുത്, ഞാനത്രയ്ക്ക് വില കുറഞ്ഞ സ്ത്രീയൊന്നുമല്ല എന്ന് ദേഷ്യത്തോടെ താരി ബിയാനോട് പറഞ്ഞ് അകത്തേക്ക് പോയി. അത് വല്ലാതെ മോശമായി പോയി എന്ന് ബിയാനും അനുഭവപ്പെട്ടു. രാത്രിയിൽ താരി അസ്വസ്ഥയായതുകൊണ്ട് അമ്മയ്ക്കൊപ്പം ഒരു സിനിമയ്ക്ക് പോവാൻ പ്ലാൻ ചെയ്തിരുന്നു. ബിയാൻ പക്ഷേ താരിയെ സമാധാനിപ്പിക്കുവാൻ അവളുടെ അടുത്തു ചെന്നു. തന്റെ കൂടെ ടിവിയിൽ കണ്ടാൽ പോരെ സിനിമ എന്ന് ചോദിച്ചു. താരിയും പകുതി മനസ്സോടെ അതിന് സമ്മതിക്കുകയാണ്. അന്നവർ ഒന്നിച്ച് സിനിമ കണ്ടു. കുറേയധികം സംസാരിച്ചു. പതിയെ അവർക്കിടയിലെ വഴക്കും പിണക്കവുമൊക്കെ മാറി. സിനിമയിൽ ഒരു ചുംബന ദൃശ്യമുണ്ടായിരുന്നു. താരി അത് വന്നപ്പോൾ കണ്ണു മറച്ചു പിടിച്ച് നിന്നപ്പോൾ ബിയാൻ അവളെ അത് ചോദിച്ച് ടീസ് ചെയ്തു. അവൾ മുറിയിലേക്ക് പോവാൻ പോയപ്പോൾ അവളുടെ പിന്നാലെ ചെന്ന് അവളുടെ കൈ പിടിച്ചു. അവളുടെ കൈ പിടിച്ച് അവളെ തന്റെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അന്ന് രാത്രി അവരിരുവരും ഒന്നായി മാറി. രാത്രി വൈകി ഉണർന്നിരുന്ന് സംസാരിച്ചപ്പോൾ തനിക്ക് വിശക്കുന്നെന്ന് താരി ബിയാനോട് പറഞ്ഞു. ബിയാൻ അവൾക്കായി ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. ഭക്ഷണം കഴിച്ച് സിനിമ കണ്ട് സംസാരിച്ചിരിക്കെ ടിവിയിലുള്ള സിനിമയെപ്പറ്റി അവർ സംസാരിച്ചു. ആ സിനിമയിൽ അവസാനം എയർപോർട്ടിലേക്ക് നായകൻ ഓടിക്കയറുന്നതും നായികയെ കണ്ടുമുട്ടുന്നതും ഒക്കെയായിരുന്നു. അതിന്റെ ലോജിക്കില്ലായ്മയെ പറ്റിയൊക്കെ ബിയാൻ താരിയോട് സംസാരിച്ചു. എയർപോർട്ട് എന്ത് ക്രൗഡഡ് ആയ സ്ഥലമാ, അങ്ങോട്ടേക്ക് ഓടിച്ചെല്ലുമ്പോൾ തന്നെ നായികയെ ഇങ്ങനെ കണ്ടുകിട്ടുകയല്ലേ എന്നൊക്കെ പറഞ്ഞ് ബിയാൻ കളിയാക്കി പറഞ്ഞുകൊണ്ടിരുന്നു. ആ സമയം താരി പറഞ്ഞു, എന്തേ കണ്ടുകിട്ടില്ലാത്ത, ഇപ്പൊ നമ്മൾ രണ്ടാളും പിരിഞ്ഞു പോയെന്ന് വെക്ക, എനിക്ക് നിങ്ങളെ കണ്ടുകിട്ടണമെങ്കിൽ ഞാൻ എന്റെ രണ്ട് കൈകളും ഉയർത്തി നിങ്ങളെ കണ്ടുകിട്ടണേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കും. ഇങ്ങനെ കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരെ ദൈവം ഒരിക്കലും കൈവിടില്ല. എന്നാലും ഇതൊന്നും അത്ര എളുപ്പമായിരിക്കില്ല എന്നായിരുന്നു ചിരിയോടെ ബിയാൻ പറഞ്ഞത്. പിന്നാലെ ബിയാന്റെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. ഫോൺ എടുക്കാതെ ബിയാൻ അത് കട്ട് ചെയ്തുകൊണ്ടിരുന്നു. ആരാ അത് എന്ന് താരി ചോദിച്ചു. ഞാൻ പിന്നെ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ബിയാൻ ഒഴിഞ്ഞു മാറാൻ നോക്കി. താരി പറഞ്ഞു, കുഴപ്പമില്ല, സാറയാണെങ്കിലും ആ കോൾ എടുത്തോ, എനിക്കിതൊക്കെ ശീലമാണ്. ബിയാന്റെ മുഖം വല്ലാതായിരുന്നു. വീണ്ടും വീണ്ടും കോൾ വരുന്നത് കൊണ്ട് ബിയാൻ ആ കോൾ അറ്റൻഡ് ചെയ്തു. കോളിൽ പറയുന്ന കാര്യം കേട്ട് ബിയാന്റെ മുഖം മാറിയിരുന്നു. ബിയാന്റെ ഒരു സുഹൃത്തിന് ആക്സിഡന്റ് ആയി എന്ന് പറഞ്ഞ് അവരിരുവരും നേരെ ആശുപത്രിയിലേക്ക് വന്നു. ആശുപത്രിയിൽ ബിയാൻ സുഹൃത്തുള്ള മുറിയിലേക്ക് പോയപ്പോൾ താരി പുറത്തിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അൽദി അങ്ങോട്ടേക്ക് വരുന്നത്. അൽദി താരിയെ കണ്ട് എന്താ ഇവിടെയെന്ന് ചോദിച്ചു. ബിയാനൊപ്പം വന്നതാണെന്നും ബിയാന്റെ ഏതോ സുഹൃത്തിന് ആക്സിഡന്റ് പറ്റിയെന്നും ബിയാൻ വരാൻ വെയിറ്റ് ചെയ്യുകയാണ് എന്നും താരി അൽദിയോട് പറഞ്ഞു. നീ സുഹൃത്തിനെ കാണുന്നില്ലേ എന്ന് ചോദിച്ച് അൽദി താരിയെയും കൊണ്ട് അകത്തേക്ക് പോവാൻ തുടങ്ങി. അകത്ത് ആക്സിഡന്റ് പറ്റി ചികിത്സയിലുണ്ടായിരുന്നത് സാറയായിരുന്നു. അബോധാവസ്ഥയിൽ നിന്ന് ഞെട്ടിയുണർന്ന സാറയെ ചേർത്ത് പിടിച്ച് ബിയാൻ ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്താണ് താരിയും അൽദിയും അങ്ങോട്ടേക്ക് കയറി ചെല്ലുന്നത്. അത് നേരിട്ട് കണ്ട താരി വല്ലാതെ ദുഃഖിതയായി. ഏറെ സങ്കടത്തോടെ കണ്ണീരോടെ താരി അത് നോക്കിക്കണ്ടു. അവൾ അവിടെ നിന്ന് തിരികെ വീട്ടിലേക്ക് പോന്നു. പിറ്റേന്ന് പുലർച്ചെ ബിയാൻ വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോൾ പോകുവാൻ എന്ന മട്ടിൽ താരി സ്യൂട്ട് കേസും എടുത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ബിയാൻ താരിയോട് എവിടെ പോവുകയാണെന്ന് ചോദിച്ചു. എനിക്കൊക്കെയും മടുത്തു. ഓരോ നിമിഷവും നിങ്ങളുടെ മനസ്സ് തുറക്കാൻ ഞാൻ ശ്രമിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നിട്ടും എപ്പോഴും നിങ്ങൾ ആ സ്ത്രീയിലേക്ക് തന്നെ മടങ്ങിപ്പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് കുറച്ച് സമയം വേണം, ഒക്കെയും എനിക്കൊന്ന് ചിന്തിക്കണം. എനിക്കറിയാം, പക്ഷേ സാറയ്ക്ക് ആരുമില്ലാത്തത് കൊണ്ട് അവളെ ഹെൽപ്പ് ചെയ്യാൻ പോയത് എന്ന് ബിയാൻ പറഞ്ഞു
കൊണ്ട് വന്നപ്പോഴേക്കും താരി പറഞ്ഞു, ശരിയായിരിക്കും, പക്ഷെ മുമ്പൊന്നും എനിക്ക് ഇത്ര വേദനിക്കില്ലായിരുന്നു. ഇപ്പോൾ ഞാൻ നിങ്ങളെ അത്രയ്ക്കധികം പ്രണയിച്ചു പോയി. എപ്പോഴാ നിങ്ങളെ ഞാൻ പ്രണയിക്കാൻ തുടങ്ങിയത് എന്ന് പോലും എനിക്കറിയില്ല. വിവാഹത്തിന്റെ അന്ന് നിങ്ങൾ എന്നെ വധുവായി സ്വീകരിച്ചപ്പോഴാണോ, നിങ്ങളുടെ അച്ഛന്റെ ബർത്ത്ഡേക്ക് നമ്മൾ കൈകോർത്ത് പിടിച്ച് നടന്നപ്പോഴാണോ, അതോ എന്റെ കൂടെ ഗ്രോസറി ഷോപ്പിങ്ങിന് വന്നപ്പോഴാണോ, എപ്പോഴാണെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കൊന്നേ അറിയൂ, ഞാൻ നിങ്ങളെ പ്രണയിച്ചു പോയി. താരി, എന്നോട് ക്ഷമിക്ക്. എന്നെ പ്രണയിക്കുന്നുണ്ടെങ്കിൽ നീ ഇവിടം വിട്ട് പോവരുത്. നമുക്ക് സംസാരിക്കാം, ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാം. സൊല്യൂഷൻ? നിങ്ങൾ എനിക്ക് വേണ്ടി സാറയെ ഉപേക്ഷിക്കുമോ? താരിയുടെ ആ ചോദ്യത്തിന് ബിയാന് പെട്ടെന്ന് മറുപടി പറയാൻ സാധിച്ചില്ല. ബിയാന്റെ ആ അവസ്ഥ താരിയും നോക്കിക്കണ്ടിരുന്നു. നിങ്ങൾ അതിനൊരു ഉത്തരം തരുന്നവരെ ഞാനിവിടെ നിന്ന് വിട്ടുനിൽക്കുകയാണ് എന്ന് പറഞ്ഞ് താരി സ്യൂട്ട് കേസും എടുത്ത് തന്റെ അമ്മാവന്റെ വീട്ടിലേക്ക് പോയി. ബിയാനെ അത് ഏറെ ദുഃഖിപ്പിച്ചിരുന്നു. ദിവസങ്ങൾ അന്നു മുതൽ ഏറെ ഭാരമേറിയ മനസ്സോടെ ഇരുവർക്കും കടന്നുപോവാൻ ആരംഭിച്ചു. തന്റെ അവസ്ഥയും തന്റെ പ്രണയവും തന്റെ ഭർത്താവിനെയും ഓർത്ത് താരി പലപ്പോഴും പൊട്ടിക്കരഞ്ഞു. ബിയാന്റെ അവസ്ഥയും വിഭിന്നമായിരുന്നില്ല. എന്തു ചെയ്യണമെന്നറിയാത്ത കൺഫ്യൂസ്ഡ് അവസ്ഥയിലായിരുന്നു അവൻ. പതിയെ പതിയെ താരിയെ പൂർണ്ണമായും അവൻ ഉൾക്കൊള്ളാൻ തുടങ്ങി. ഊരിവെച്ചിരുന്ന വിവാഹമോതിരം ബിയാൻ എടുത്തണിഞ്ഞു. ഒടുവിൽ തീരുമാനിച്ച് സാറയോട് കാര്യങ്ങൾ പറയുവാൻ ബിയാൻ ആശുപത്രിയിലെത്തി. പിന്നാലെ താൻ പറയാൻ വന്ന കാര്യം ധൈര്യത്തോടെ ബിയാൻ സാറയോട് പറഞ്ഞു. താനിപ്പോൾ താരിയെ പ്രണയിച്ചു പോയെന്നും അവളുമായി ഒരുപാട് ഇഷ്ടത്തിലാണെന്നും അതുകൊണ്ട് നമ്മുടെ റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാം എന്നുമായിരുന്നു അത്. നീയല്ല ഡിവോഴ്സ് ചെയ്യൂന്ന് പറഞ്ഞേ എന്നൊക്കെ ചോദിച്ച് സാറ ബിയാനെ ചോദ്യം ചെയ്തെങ്കിലും എനിക്ക് താരിയെ വിഷമിപ്പിക്കാൻ സാധിക്കില്ല. അവളുമായി ഏതോ ഒരു നിമിഷത്തിൽ താൻ പ്രണയത്തിലായിപ്പോയി എന്നായിരുന്നു ബിയാൻ വ്യക്തമാക്കിയത്. തന്നോട് ബിയാൻ കാണിക്കുന്നത് നീതിയല്ലെന്നും അവനായി ഇത്ര കൊല്ലം കാത്തിരുന്നതാണ് എന്നുമൊക്കെ പറഞ്ഞ സാറ വിഷമത്തോടെ ബിയാനുമേൽ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരുന്നെങ്കിലും ബിയാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോന്നു. എല്ലാത്തിനും മേലിൽ എല്ലാത്തിലും ഉപരിയായി ബിയാൻ താരിയെ പ്രണയിച്ചു തുടങ്ങിയിരുന്നു. താരി മടങ്ങി വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. കുറച്ച് ദിവസങ്ങൾ കൂടി കടന്നുപോയി. ഒരു ദിവസം വീടിന്റെ വാതിലിൽ മുട്ടുകെട്ട് താരി ആയിരിക്കും എന്ന് കരുതി ബിയാൻ ഓടിയിറങ്ങി ചെന്നു. പക്ഷേ വന്നിരുന്നത് സാറയായിരുന്നു. സാറയെന്ന് ബിയാനോട് സംസാരിക്കുകയാണ്. ബിയാനുമായുള്ള റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാൻ താൻ തീരുമാനിച്ചു എന്ന് സാറ പറഞ്ഞു. ബിയാന് വലിയ സന്തോഷം തോന്നിയിരുന്നു. ശരിക്കും എന്ന് ബിയാൻ ചോദിച്ചപ്പോ, ഓ നീ സന്തോഷിക്കുകയാണല്ലേ, സോറി, എല്ലാം എന്റെ തെറ്റാണ് എന്ന് ബിയാൻ അവളോട് പറഞ്ഞു. പിന്നാലെ സാറ തുടർന്നു, ഞാൻ നിന്നെ വിട്ടു പോകുവാണ്. എന്റെ വിവാഹം വരാൻ പോകുന്നു. എന്നെ ഒരുപാട് നാളായി ഇഷ്ടപ്പെട്ടിരുന്ന, എന്നോട് ക്രഷുണ്ടായിരുന്ന അൽദിയെ ഞാൻ വിവാഹം കഴിക്കാൻ പോവുകയാണ്. അത് ബിയാൻ അല്പം അതിശയമുള്ള കാര്യമായിരുന്നു. എന്നിരുന്നാലും സാറ തനിച്ചാവില്ലല്ലോ, അൽദിയും സാറയും നല്ല കപ്പിൾസാവും എന്ന് ബിയാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് അവൻ സന്തോഷിച്ചു. ആ സമയത്തായിരുന്നു വീടിന്റെ വെളിയിലേക്ക് താരി വന്നിറങ്ങുന്നത്. എല്ലാം മറന്ന് ബിയാനൊപ്പം സന്തോഷത്തോടെ ജീവിക്കാനായിരുന്നു താരിയുടെ ആ മടങ്ങിവരവ്. പുറത്തു വന്നിറങ്ങിയ താരി മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ട കാഴ്ച ഒക്കെ പറഞ്ഞു തീർത്ത് വന്ന് സാറ കെട്ടിപ്പിടിച്ച് ബിയാനോട് യാത്ര പറയുന്നതാണ്. അത് കണ്ട് അവൾ ആകെ തകർന്നു പോയിരുന്നു. ബിയാനൊരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ബിയാന് സാറയാണ് പ്രിയം എന്നവൾ തെറ്റിദ്ധരിച്ചു. സാറയെ കാറിൽ കയറ്റിവിട്ട് തിരിഞ്ഞപ്പോഴാണ് ബിയാൻ താരിയെ കാണുന്നത്. അതിനോടകം തെറ്റിദ്ധരിച്ചിരുന്ന താരി ബിയാൻ പറയുന്നത് കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് കാറെടുത്തു പോന്നു. താരിയോട് കാര്യങ്ങൾ വിശദീകരിക്കാൻ ബിയാൻ അവളുടെ കാറിന് പിന്നാലെ ഓടിയെങ്കിലും ഒടുവിൽ അവശതയിൽ ഇരുന്നുപോയി. എല്ലാം ഓക്കെയായി വന്നപ്പോൾ തനിക്ക് പറ്റുന്ന ആ അവസ്ഥയോർത്ത് ബിയാൻ പൊട്ടിക്കരഞ്ഞു. അടുത്ത ദിവസം അൽദിയെ കണ്ട ബിയാൻ കാര്യങ്ങൾ അൽദിയോട് പറഞ്ഞ് താരിയുമായി സംസാരിക്കാനുള്ള വഴി തിരയാൻ തുടങ്ങി. താരിയുടെ ഫോണൊക്കെ ഓഫായതുകൊണ്ട് അവളെ കണ്ടുകിട്ടുന്നത് എങ്ങനെയെന്ന് അവൻ അറിവുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് അൽദിയുടെ സഹായത്തോടെ താരിയുടെ കൂട്ടുകാരി അമ്മയ്ക്കടുത്തേക്ക് ബിയാൻ എത്തിച്ചേരുന്നത്. താരി എവിടെയുണ്ടെന്ന് പറയുന്ന ബിയാൻ അമ്മയോട് പറഞ്ഞു. ആദ്യമൊന്നും അമ്മ കൃത്യമായ മറുപടി കൊടുക്കാൻ തയ്യാറായില്ലെങ്കിലും താൻ എത്രമാത്രം താരിയെ സ്നേഹിക്കുന്നെന്നും അവളെ കണ്ട് സംസാരിക്കണമെന്നും ബിയാൻ ആത്മാർത്ഥമായി പറയുന്ന കേട്ടതും അവൾ ഡിവോഴ്സ് ഫയൽ ചെയ്യാൻ റിലീജിയസ് കോർട്ടിലേക്ക് പോയ കാര്യം അമ്മ ബിയാനെ അറിയിച്ചു. പിന്നാലെ അൽദിയും ബിയാനും കൂടി റിലീജിയസ് കോർട്ടിന്റെ ഭാഗത്തേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ വലിയ ട്രാഫിക് ജാം ആയിരുന്നു. താരി റിലീജിയസ് കോർട്ടിൽ എത്തുന്നതിന് മുമ്പേ ബിയാൻ അവിടെ എത്തിച്ചേരണം, ഇല്ലെങ്കിൽ ഡിവോഴ്സ് സംഭവിക്കും. ബിയാൻ അതുകൊണ്ട് കാറിൽ നിന്നിറങ്ങി റിലീജിയസ് കോർട്ട് ലക്ഷ്യമാക്കി ഓടി അവൻ മെട്രോ സ്റ്റേഷനിലെത്തി. റിലീജിയസ് കോർട്ടിലേക്ക് പോകുവാനുള്ള മെട്രോ ട്രെയിനിൽ കയറി. തന്റെ പ്രിയപ്പെട്ടവളെ നഷ്ടപ്പെടുമോ എന്ന വല്ലാത്തൊരു വേദന ബിയാന്റെ ഉള്ളിൽ നിറഞ്ഞിരുന്നു. അവന്റെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു വന്നു. ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആ ഒരു ഘട്ടത്തിൽ ബിയാൻ പണ്ട് താരി പറഞ്ഞ വാക്കുകൾ ഓർത്തു. നമ്മൾ പിരിഞ്ഞാൽ കൈകൾ ഉയർത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നമ്മളെ അവൻ ഒന്നു ചേർക്കുമെന്ന കാര്യം. ബിയാൻ തന്റെ ഇരു കൈകളും ഉയർത്തി ദൈവത്തോട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. അധികം വൈകാതെ
വൈകാതെ അടുത്ത സ്റ്റോപ്പ് എത്തിച്ചേരുകയായിരുന്നു. ആളുകൾ ഇറങ്ങാൻ തിരക്ക് കൂട്ടുന്നതിനിടയിൽ ബിയാൻ പെട്ടെന്ന് കുറച്ച് പിന്നിലേക്ക് മാറി ആ ഒരു നിമിഷം നോക്കുമ്പോഴാണ് ബിയാൻ അത് കാണുന്നത്. അതേ ട്രെയിനിൽ തന്റെ പിന്നിലായി താരി നിൽക്കുന്നു. ബിയാന്റെ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. താരിയും നിറക്കണ്ണുകളോടെ ബിയാനെ നോക്കി ബിയാനോട് പറഞ്ഞു, എവിടാ റിലീജിയസ് കോർട്ട്, എവിടാ ഇറങ്ങേണ്ടത് എന്നെനിക്കറിയില്ല. ബിയാൻ ചെന്ന് താരിയെ ചേർത്തു പിടിച്ചു. ഇരുവരും കരയുന്നുണ്ടായിരുന്നു. പിന്നീട് അവളുടെ കണ്ണു തുടച്ച് ബിയാൻ അവളോട് പറഞ്ഞു, ഇപ്പോൾ എനിക്കറിയാം നീ അന്ന് ചോദിച്ചതിനുള്ള ഉത്തരം. എന്റെ ജീവിതത്തിൽ ഞാൻ നിന്നെയാണ് തിരഞ്ഞെടുത്തത്. താരിക്ക് അത്രമേൽ സന്തോഷം തോന്നിയിരുന്നു. ആനന്ദ കണ്ണീരോടെ താരി ബിയാനെ ചേർത്തു പിടിച്ചു. ദയവായി എന്റെ ഭാര്യയാകാമോ എന്ന് ബിയാൻ താരിയോട് ചോദിച്ചു. ഞാനിപ്പോ ഭാര്യയല്ലേ എന്നായിരുന്നു താരിയുടെ മറുചോദ്യം. അങ്ങനല്ല, അഭിനയിച്ചുകൊണ്ടുള്ള ഒരു ഭാര്യയല്ല, യഥാർത്ഥ ഭാര്യ. നിനക്ക് മാത്രമേ എന്നെ നല്ലൊരു മനുഷ്യനാക്കുവാൻ സാധിക്കൂ. ബിയാന്റെ വാക്കുകൾ താരിക്ക് സന്തോഷം പകരുന്നതായിരുന്നു. തന്റെ ബാഗിലുണ്ടായിരുന്ന മാരേജ് എഗ്രിമെന്റ് എടുത്ത് ഇതെന്ത് ചെയ്യണം എന്ന് താരി ബിയാനോട് ചോദിച്ചു. ബിയാൻ അത് വാങ്ങി കീറിക്കളഞ്ഞു. അവരിരുവരും ഏറെ സ്നേഹത്തോടെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്ന ആ ദൃശ്യങ്ങളോടെ ചലച്ചിത്രം അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ചലച്ചിത്രം ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റുകളിൽ രേഖപ്പെടുത്തുക. കഴിയുമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുത്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അടുത്ത എപ്പിസോഡിൽ മറ്റൊരു മികച്ച ചലച്ചിത്രവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ബൈ.